ഒരുപാട് കഥകൾ പറഞ്ഞും പറയാതെയും നടന്നുപോയവർ നൊമ്പരങ്ങൾ ഉള്ളിലൊതുക്കി ഈ ഫോർട്ട് കൊച്ചിയെ സിനിമയുടെ സ്വപ്നഭൂമിയാക്കി. നൂറ്റാണ്ടുകളുടെ തുടക്കം മുതൽ സിനിമയെന്ന സങ്കല്പ ലോകത്തെ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങി നിന്ന ഫോർട്ട് കൊച്ചിയിലേക്ക് നിരവധി കലാകാരന്മാർ വന്നിറങ്ങി. കൂട്ടത്തിൽ ലോകം കീഴടക്കി തിരിച്ചുപോയവർ, വഴിയിലെവിടെയോ പിഴച്ച് തിരക്കുകളിലേക്ക് മറഞ്ഞുപോയവർ. ഈ മരങ്ങൾക്കും കുറ്റിച്ചെടികൾക്കും സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ലോകോത്തര സിനിമകൾ പിറക്കുന്ന കഥകൾ ഇവർ പറയുമായിരുന്നു. ഫോർട്ട് കൊച്ചിയുടെ സൗന്ദര്യം ബിഗ് ബിയിലൂടെ ആസ്വദിക്കാൻ സഹായിച്ച മമ്മൂട്ടി ചിത്രമായ ബിലാലിൽ മമ്മൂട്ടി സഞ്ചരിച്ച വഴികൾ, അതിനൊപ്പം വളർന്ന ബിഗ് ബി ഹൗസ്. പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്രകാരൻ മണിരത്നം ദിൽസെ ചിത്രീകരിക്കാൻ ആലോചിച്ചപ്പോൾ ഫോർട്ട് കൊച്ചിയുടെ സൗന്ദര്യത്തിനപ്പുറം തിരഞ്ഞെടുക്കാൻ മറ്റൊന്നില്ലായിരുന്നു. സാംസ്കാരിക വൈവിധ്യത്തിനൊപ്പം മനോഹരമായ ദൃശ്യഭംഗിയും ചലച്ചിത്ര ലോകത്തിന് സമ്മാനിക്കാൻ അറബിക്കടലിന്റെ റാണി ഒരുങ്ങി നിന്നാൽ മറ്റൊന്നിനും പകരമാകാൻ കഴിയില്ല. രാജ്യാന്തരമായ ചലച്ചിത്ര പ്രവർത്തകരെ ആകർഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ സൗന്ദര്യ രൂപങ്ങൾ ഫ്രെയിമുകളിലേക്കും സീനുകളിലേക്കും സീക്വൻസുകളിലേക്കും മതിവരവോളം പകർത്താൻ പ്രശസ്ത സംവിധായകരുടെ നിര തന്നെ കൊച്ചിയിലേക്ക് എത്തിയിരുന്നു. കൂട്ടത്തിൽ സഞ്ജയ് ലീല ബൻസാലി. പ്രാദേശിക പ്രശസ്തിയുള്ള സിനിമകളുടെ സംവിധായകനാണ് രഞ്ജിത്ത്. നിരൂപക പ്രശംസ നേടിയ സിനിമകളുടെ സംവിധായകൻ ശ്യാമപ്രസാദ്. ബാംഗ്ലൂർ ഡേയ്സുമായി വന്ന അഞ്ജലി മേനോൻ. ആഖ്യാനതകളിൽ വ്യത്യസ്തത പുലർത്തുന്ന സിനിമയുടെ സംവിധായകൻ ലാൽ ജോസ്. അങ്ങനെ നീളുന്നു സംവിധായകരുടെ നിര. പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പോർട്ടുഗീസുകാർ ഇത് സ്ഥാപിക്കുമ്പോൾ ഫോർട്ട് ഇമ്മാനുവൽ എന്നായിരുന്നു. കാലാന്തരത്തിൽ ഫോർട്ട് കൊച്ചിയായി മാറുകയായിരുന്നു. കൊളോണിയലിസത്തിന്റെ സ്വാധീനവും ഡച്ചുകാരുടെ കടന്നുകയറ്റവും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ ശേഷിപ്പുകളും വ്യാപാര കേന്ദ്രമാക്കി മാറ്റിയിരുന്നു എങ്കിലും അവരുടെ വിനോദ വ്യാപാര ആഘോഷങ്ങൾ ഇടകലർന്ന സംസ്കാര ശേഷിപ്പുകൾ ഏറെയുള്ള പ്രദേശമാണ് ഫോർട്ട് കൊച്ചി.
1969 കോക്കേഴ്സ് എന്ന തിയേറ്ററിലിരുന്ന് കൊച്ചിക്കാർ ആദ്യമായി 70mm സിനിമ കാണുന്നത്. അതിന്റെ തുടർച്ചയായി വന്ന തിയേറ്ററുകൾ ഡിജിറ്റൽ യുഗത്തിലൂടെയും ആധുനികതയുടെ ഉത്തംഗ ശൃംഗത്തിലെത്തി നിൽക്കുന്നു, ആസ്വാദനത്തിന്റെ ആലിംഗനവുമായി. ഇനിയും പിറക്കാനിരിക്കുന്ന സിനിമകളിലേക്ക് അവസരങ്ങൾ തേടി വന്നിറങ്ങുന്ന യുവാക്കളുടെ കാൽപ്പാടുകൾ കഥകളായി വെള്ളിത്തിരകൾ നിറഞ്ഞോടും. അത് യാഥാർത്ഥ്യമാണ്. അതിന് സാക്ഷ്യം വഹിക്കാൻ അറബിക്കടലിന്റെ ഓരത്ത് അവൾ എന്നുമുണ്ടാകും, പ്രണയിച്ച് കൊതി തീരാത്തവളായി.